ഹായ് സുഹൃത്തുക്കളെ, ഹൈവേ മുസാഫിർ വ്ളോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് തൊണ്ടയാടാട്ടോ. അപ്പോൾ തൊണ്ടയാട് മുതൽ നമ്മൾ പന്തീരങ്കാവ് വരെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ആ ബെല്ലൈക്കൻ കൂടി അമർത്തി ഒന്ന് സഹകരിക്കാൻ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. കോഴിക്കോട് ബൈപ്പാസിലെ ഏറ്റവും തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ് നമ്മളെ തൊണ്ടയാട് ബൈപ്പാസ്. അവിടെയാണിപ്പം രണ്ട് ഭാഗത്തും ഫ്ലൈ ഓവർ വരുന്നത്. പുതിയ ഫ്ലൈ ഓവർ 6 വരി പാത, അതിൽ 3 വരിയിലാണ് ഇപ്പോഴത്തെ ഫ്ലൈ ഓവർ വന്നത്. നിലവിലുള്ള ഫ്ലൈ ഓവർ 2 വരിയാണ്. ഫ്ലൈ ഓവറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ബൈപ്പാസ് കഴിഞ്ഞിട്ട്, ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഈ തട്ടുകടകൾ, ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങോട്ട് മുന്നോട്ട് പോരുമ്പോഴേ ഈ ഭാഗത്തൊക്കെ 6 വരി പാതയുടെ ഏകദേശം വർക്കുകളൊക്കെ ഒരു 50% വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ചില ഭാഗത്ത് സർവീസ് റോഡുകളുടെ വർക്കുകൾ നടക്കുന്നുണ്ട്. ചില ഭാഗത്ത് 6 വരി പാതയുടെ വർക്കുകൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും 2024 ഡിസംബറോട് കൂടി ഇതിൻ്റെ ഈ ഹൈവേയുടെ വർക്കുകൾ തീർക്കണമെന്നാണ് കരാറ്. അപ്പോൾ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കുകൾ തീർന്ന് നമുക്ക് ഈ 6 വരി പാതയിൽ കൂടി സുഖസുന്ദരമായിട്ട് വാഹനങ്ങൾ ഓടിച്ചു പോവാം എന്ന് കരുതുന്നു. ഇപ്പോൾ ഈ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് റോഡിൽ. റോഡ് മുഴുവൻ ഈ യാത്രക്കാർ, പ്രത്യേകിച്ച് ഈ വയനാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഈ ഭാഗങ്ങളൊക്കെ റോഡ് നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മളിങ്ങോട്ട് പോരുമ്പോഴേ ഈ പൊറ്റമ്മൽ ജംഗ്ഷൻ, ഈ ഭാഗത്തൊക്കെ പൊറ്റമ്മൽ ജംഗ്ഷനിൽ പിന്നെ നമ്മൾ പൊറ്റമ്മൽ ജംഗ്ഷനിലേക്ക് തിരിയുമ്പം അവിടെ ഒരു കട്ടിങ് കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ആ പൊറ്റമ്മൽ ജംഗ്ഷനിലേക്ക് തിരിയാൻ ഇനിയിപ്പോൾ ഒരു കട്ടിങ് കിട്ടില്ല. നമ്മൾ ഒന്നെങ്കിൽ മേലെ ഇവിടെ തൊണ്ടയാടത്ത് വന്ന് തിരിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ഹൈലൈറ്റ് മാളിൻ്റെ ഓവർപാസിൻ്റെ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തു കൂടെ തിരിഞ്ഞു വന്നിട്ടാണ് പൊറ്റമ്മൽ ഭാഗത്തേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഹൈവേൻ്റെ വികസനം ഫുള്ളായിട്ട് വരികയാണെങ്കിൽ രാമനാട്ടുകര ഭാഗത്തു നിന്ന് വരുന്ന ഒരാൾക്ക് പൊറ്റമ്മലേക്ക് തിരിയാൻ സാധിക്കില്ല. അത് ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നിന്ന് തന്നെ ഇറങ്ങിയിട്ട് വരേണ്ടി വരും. അപ്പോൾ തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു വലിയ ഫ്ലൈ ഓവർ വരുന്നത് ഈ സൈബർ പാർക്കിൻ്റെ അതേമാതിരി ഹൈലൈറ്റ് മാളിൻ്റെയും ആ ഭാഗത്താണ്. അവിടെയും ഏകദേശം വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡുകളുടെ വർക്കും ഏകദേശമൊക്കെ കഴിഞ്ഞതാണ്. ഒരു ഭാഗത്ത് റൈറ്റ് സൈഡിൽ, നമ്മൾ ഇവിടെ നിന്ന് കോഴിക്കോട് രാമനാട്ടുകരയ്ക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബ്രിഡ്ജിൻ്റെ വർക്കുകൾ എല്ലാം തീർന്നതാണ്. ലെഫ്റ്റ് സൈഡിലുള്ള വർക്കുകൾ, ഗർഡറുകളൊക്കെ സ്ഥാപിച്ച് അതിൻ്റെ മേലെ കോൺക്രീറ്റിൻ്റെ പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞപ്പോൾ നമ്മളത് കാണിച്ചിട്ടില്ല. കാണിക്കാതെ നമ്മൾ 1-2 പ്രാവശ്യം അത് കാണിച്ചത് കൊണ്ട് നമ്മളിനിപ്പോൾ വർക്ക് നടക്കുന്ന പ്രധാന ഭാഗങ്ങൾ കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞ് നമ്മളെ ലാൻഡ് മാർക്കിൻ്റെ ആ ബിൽഡിങ് നിൽക്കുന്ന, ആ കൂട്ട ബിൽഡിങ് നിൽക്കുന്ന ആ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയും വർക്കുകൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു കരിമ്പാറിൻ്റെ ഒരു കൂട്ടായിരുന്നു. ആ കരിമ്പാറ അങ്ങനെ നമ്മൾ ഒരു പ്രത്യേക മാർബിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന മാതിരി ഒരു പ്രത്യേക ബ്ലേഡ് വെച്ചിട്ട് ഒരു കട്ട് ചെയ്തെടുക്കുന്നതാണ്.
അത് പിന്നെ കംപ്രസർ വെച്ച് പൊട്ടിച്ചിട്ട് അത് മാറ്റി പിന്നെ രണ്ടാമതും അവർ ഇങ്ങനെ പൊട്ടിച്ച് ഇപ്പോൾ ഘട്ടമായിട്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കുന്ന വർക്കുകളാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ശരിക്ക് പിന്നെ അതിൻ്റെ വർക്കുകൾ കുറച്ച് സ്ലോവിൽ തന്നെ എന്ന് പറയാം. സർവീസ് റോഡുകളൊക്കെ ഈ വർക്ക് കഴിഞ്ഞാലാണ് ആ ഭാഗത്ത് വരാൻ സാധിക്കുള്ളൂ. അതേമാതിരി മെട്രോ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തും വർക്ക് കുറച്ച് ഡിലേ തന്നെയാണ്. മെട്രോ ഹോസ്പിറ്റലിൻ്റെ ചാരിങ് കൊണ്ടായിരിക്കും ആ സർവീസ് റോഡ് അവിടെ പോകുക. ആ സർവീസ് റോഡ് അവിടെ നിലവിൽ വന്നിട്ടില്ല. നമ്മൾ പോകുന്നതിന് ഈ പനമ്പുഴ ആ പാലത്തിൻ്റെ ആ ഭാഗത്തേക്കാണ്. ഈ ഭാഗത്തൊക്കെ 6 വരി പാതയുടെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സർവീസ് റോഡുകൾ വർക്കുകൾ ഈ ഭാഗത്ത് റെഡി ആയിട്ടില്ല. സർവീസ് റോഡുകൾ കൂടി വന്നാലാണ് ഏകദേശമൊക്കെ നമുക്ക് പൂർണ്ണമായി എന്ന് തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ. ലാൻഡ് മാർക്കിൻ്റെ ആ ബിൽഡിംഗ് അവിടെയൊക്കെ ശരിക്കും രാവിലെ ആ മൂടൽമഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ക്ലിയറായി എടുക്കാൻ സാധിച്ചില്ല. ഈ പനമ്പുഴ ഇവിടെ 2 ഭാഗത്തും ബ്രിഡ്ജുകൾ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലെ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ ഏകദേശം ഗർഡറിലൊക്കെ സ്ഥാപിച്ചു. ഇനി അതിൻ്റെ മേലെ കോൺക്രീറ്റ് പ്രവൃത്തികളാണ് വരാനുള്ളത്. ഇപ്പം നിലവിലുള്ള ബ്രിഡ്ജിന് കണക്കായിട്ടാട്ടോ ഈ ഇത് വരുന്നത്, പാലം വരുന്നത്. പഴയ പാലം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാലവും വരുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ടോള് വരുന്നത്. കോഴിക്കോട് ബൈപ്പാസിലെ ടോള് വരുന്ന സ്ഥലമാണ് ഈ പനമ്പുഴ. ഈ ഭാഗം ഇവിടെയാണ് അതിൻ്റെ ഇത് കണക്കാക്കിയത്. ഇവിടെ കുറച്ചും കൂടിയൊക്കെ വീതിയിൽ അവർ എടുത്തണമെന്ന് സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങാൻ ഉള്ള ഒരു പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ രാമനാട്ടുകരയിൽ നിന്ന് ഒരാൾ കോഴിക്കോടേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും ടോള് കൊടുത്ത് പോകേണ്ടി വരും കേട്ടോ. എന്തായാലും ടോളില്ലാതെ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേമാതിരി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേമാതിരി ബെല്ലൈക്കനും കൂടി അമർത്തി ഒന്ന് സഹകരിക്കണം കേട്ടോ.